ഒരു മന്ത്രി എന്ന നിലയ്ക്ക് സാധാരണ നിലയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഭാര്യ സ്കൂൾ ടീച്ചറാണ്, അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ സിനിമ കാണാനോ അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉണ്ടാവാറുണ്ടോ? സമയം ഞങ്ങൾ മന്ത്രിയായതിനു ശേഷം 2 സിനിമ കണ്ടിട്ടുണ്ട് 3 വർഷത്തിനിടയിൽ. ഏതൊന്ന് അറബിക്കഥയായിരിക്കും, ഒന്ന് അറബിക്കഥ, ഒന്ന് തലപ്പാവാണ്. അറബിക്കഥ കണ്ടില്ല. അറബിക്കഥ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ സമയങ്ങളിലൊന്നും പോകാൻ അവസരം ഉണ്ടായിട്ടില്ല. ഒരു സിനിമ കഥ പറയുന്നു. അപ്പോൾ പക്ഷേ അത് അങ്ങനെ ഒരു സിനിമയ്ക്ക് പോകാനുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അതോ സമയമില്ലാത്തതുകൊണ്ടാണോ? സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സ്വയം നമ്മുടെ സ്വകാര്യ ഇഷ്ടങ്ങൾ നിശ്ചയിക്കാൻ കഴിയാത്തവണ്ണം നമ്മൾ പലതരം പ്രശ്നങ്ങളിൽ പെട്ടുപോകാറുണ്ട്. അപ്പം സ്വാഭാവികമായി അതിൽ നമ്മുടെ ഒരു ബാധ്യത. കാരണം നമ്മൾ ജീവിക്കുന്നത് ജനത്തിൻ്റെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ മന്ത്രി ജീവിക്കുന്നത് ജനത്തിൻ്റെ ചിലവിലാണ്. അപ്പം ജനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചിട്ടേ നമ്മുടെ സ്വകാര്യ താല്പര്യം സംരക്ഷിക്കപ്പെടാം. വൈഫ് സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് ഒരു ചിട്ടയുള്ള ജീവിതമായിരിക്കും. ഞാനൊരു അധ്യാപകയുടെ മകളാണ്, അപ്പം എനിക്കറിയാം ആ ജീവിതത്തിൽ ചിട്ടയുണ്ട്. മന്ത്രിയാകുമ്പോൾ ആ ചിട്ടയിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടോ? അതല്ല, ഞങ്ങൾ പിന്നെ കല്യാണം കഴിക്കുന്നതൊക്കെ തന്നെ പരസ്പരമൊക്കെ അറിഞ്ഞാണ്. ഒരു പാർട്ടി ഫാമിലിയിലെ ആളാണ്. അപ്പോൾ എൻ്റെ അന്നത്തെ ജീവിത സാഹചര്യത്തിൻ്റെ ഒരു സാമ്പത്തിക പരാധീനതയിൽ നിന്ന് കരകയറാൻ കൂടിയാണ് ഈ കല്യാണം നടത്തിയത്. അപ്പം അതിനുശേഷം അവർ അത് തൃപ്തികരമായി പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ മന്ത്രിയായിട്ടുള്ള എല്ലാ ദിവസവും ബസ്സിൽ പോയിട്ട് ബസ്സിൽ വരുന്നുണ്ട് ഇവിടെ. സ്പോർട്സിനോടുള്ളൊരു താല്പര്യമുണ്ടോ സാർ? സ്പോർട്സിനോട് നല്ല താല്പര്യമുണ്ട്. ക്രിക്കറ്റാണോ അതോ? ക്രിക്കറ്റിനോട് എനിക്ക് അത്രയും വലിയ താല്പര്യം വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അതൊരു ലോകത്തിൻ്റെ കളിയൊന്നുമല്ല. സത്യത്തിൽ ലോകത്തിൻ്റെ കളി ഫുട്ബോൾ. 90 മിനിറ്റ്സ് കഴിഞ്ഞു. അതിൽ ഇന്ത്യ സത്യത്തിലൊരു പരാജയമാണ്. ഇന്ത്യ അതിലേക്ക് വരണം എന്നുള്ളതാണ്. ഈ ഫുട്ബോളിന് മറ്റൊരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ കലയ്ക്കും കളിക്കും ഉള്ള ഒരു പ്രത്യേകത ഒരു സമൂഹത്തെയും രാജ്യത്തെയും ഒന്നിപ്പിക്കാൻ കഴിയും. ഇന്ത്യയിൽ തന്നെ ഈ ക്രിക്കറ്റ് ഇതൊക്കെയാണെങ്കിലും നേടി വരുന്ന ദിവസം ഇന്ത്യ ആഘോഷിക്കുന്നുണ്ട്. അന്ന് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നും ഇന്ത്യയിലില്ല. ഞാൻ കേട്ടു ഈ ജർമ്മനി നേടിയപ്പോൾ അതിനേക്കാളുണ്ടായതിൽ ബ്രസീൽ ഫുട്ബോൾ കപ്പ് നേടിയപ്പോൾ, അർജൻറ്റീന ഫുട്ബോൾ കപ്പ് നേടിയപ്പോൾ ആ രാജ്യത്തിലെ പരിഹരിക്കപ്പെടാതിരുന്ന ഒരുപാട് ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കപ്പെട്ടു. കാരണം അവരെല്ലാം ഒന്നായി. ആ മനുഷ്യനെ ഒന്നാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കളി ഫുട്ബോളാണ്. ഇപ്പോൾ ഇനി കാലവർഷം വരാൻ പോവാണ്. അപ്പോൾ കൃഷിമന്ത്രിക്ക് ഏറ്റവും തലവേദന പിടിച്ച കാലഘട്ടമായിരിക്കും 2-3 മാസം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് എന്താ സാർ? നെല്ലിൻ്റെ കാര്യത്തിൽ ഇപ്പം വിളവ് ഇറക്കി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞതിനുള്ളതെല്ലാം വലിയ മഴയുടെ പ്രശ്നമില്ലാതെ കൊയ്തെടുത്ത് കഴിഞ്ഞു. പച്ചക്കറിയുടെ കാര്യത്തിലൊക്കെ ഇത് നട്ടു തുടങ്ങി. ഓണത്തിന് മഴ കൂടെ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു വിളവെടുപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രയാസമാണ്. അപ്പോൾ എനിക്ക് അതിന് എല്ലാ ഉദ്യോഗസ്ഥരോടും PUമാരോടും ഒപ്പം കാർഷിക യൂണിവേഴ്സിറ്റിയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടും എല്ലാം അതിൻ്റെ ഒരു കെയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, നമ്മൾ കൃഷി വകുപ്പ് മാത്രമല്ല, നമ്മുടെ റവന്യൂ, കൃഷി, മൃഗസംരക്ഷണം, നമ്മുടെ വൈദ്യുതി ഉൾപ്പെടെയുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം വളരെ വലിയ തരത്തിൽ ലോകത്തെ നമ്മളെ ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവണം. പോയ കാലത്തിൻ്റെ ചില നന്മകൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനും നമുക്ക് പരിഹാരമുണ്ട്. ഈ മഴക്കാലത്തെ നേരിടുന്നതിനുള്ള ആകാവുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൃഷി വകുപ്പ് എടുത്തിട്ടുണ്ട്. സാർ, ഇത്രയും സമയം കൃഷിയെക്കുറിച്ച് എനിക്ക് അത്ര ഐഡിയ ഇല്ല, പക്ഷേ കൃഷിയെക്കുറിച്ച് ഐഡിയ സാറിനോട് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഉപകാരം, പിന്നെ കൃഷിമന്ത്രിയോട് സംസാരിക്കാനും, പിന്നെ അതുമാതിരി താങ്കളുടെ മറ്റ് പേഴ്സണൽ കഥാപ്രസംഗത്തിനോട് ചെറിയ ഇഷ്ടവും ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. വളരെ സന്തോഷം. തിരക്കെടുപ്പ് നേരത്തിൽ വന്ന് ഇത്രയും സമയം ഞങ്ങളോട് ഇരുന്ന് രേഖയ്ക്കും വളരെ വളരെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരു ദിവസം എൻ്റെ ഒരു ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ ഒരു മാധ്യമത്തിലൂടെ അറിയിക്കാൻ സൗകര്യം കിട്ടുക, എനിക്ക് തന്നെ എൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് കുറച്ച് ഓർമ്മിക്കാൻ പറ്റുക. ചിലത് നമ്മൾ ഭൂതകാലത്തിലേക്ക്, ഇപ്പോൾ ഒരുപാട് ഭൂതകാലമാണ് ഓർമ്മിപ്പിക്കപ്പെട്ടത്. നല്ല കാര്യം. യെസ്.